നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച വാർത്താസമ്മേളനം നടത്തിയ പി.വി. അൻവറിനെതിരെ കേസെടുക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് MC വിവേക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വാർത്താസമ്മേളനം നടത്തരുതെന്ന നോട്ടീസ് നൽകിയിട്ടും നിർദ്ദേശം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്ന് അൻവർ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വാർത്താസമ്മേളനം നടക്കുന്നതിനിടെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയതോടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. നിശബ്ദ പ്രചരണത്തിനിടെ വാർത്താസമ്മേളനം നടത്താനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥൻ ചട്ടം ലംഘിച്ചതിന് അൻവറിന് നോട്ടീസ് നൽകിയ ശേഷമാണ് മടക്കിയത്. നടപടി ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചട്ടലംഘനമാണെന്ന് അറിയിക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ അൻവർ തിരിച്ചയക്കുകയും ചട്ടം കാണിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. മുന്നണികൾ തുക ചെലവാക്കിയതിൽ കമ്മീഷൻ നടപടി എടുക്കുന്നില്ല എന്ന് പറയാനായിരുന്നു വാർത്താസമ്മേളനം. പോയ കോടാലിയെ പിണറായി എന്തിനാണ് പേടിക്കുന്നതെന്നും അൻവർ ചോദിച്ചു. നോട്ടീസ് നൽകാനെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ഉദ്യോഗസ്ഥനെ അൻവർ അപമാനിച്ചു വിട്ടു. കണ്ണൂരിൽ ADMന്റെ യാത്രയയപ്പിൽ PP ദിവ്യ നടത്തിയതിന് സമാനമായ അപമാന വാക്കുകൾ ഉദ്യോഗസ്ഥനെതിരെ അൻവർ ചുമത്തുകയും ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥരോട് അടിമത്വ ഭാവത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കളുടെ സമീപനം തന്നെയാണ് ആ ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വന്നത്. എന്നാൽ വളരെ സമചിത്തതയോടെ ആ ഉദ്യോഗസ്ഥൻ പെരുമാറി. തെരഞ്ഞെടുപ്പ് തലേന്ന് അറസ്റ്റ് നാടകത്തിനായുള്ള അൻവറിന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ് ഈ ഉദ്യോഗസ്ഥന് മുന്നിൽ തകർന്നു വീണത്. അതേസമയം ചട്ടം ലംഘിച്ചിട്ടില്ലെന്നാണ് അൻവറിന്റെ വാദം. പറയാനുള്ളത് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. എന്തിനാണ് പിണറായി ഭയപ്പെടുത്തുന്നത് എന്നറിയില്ല. രാവിലെ പോലീസ് വന്ന സ്റ്റാഫിനെയും ഹോട്ടലുകാരെയും ഭീഷണിപ്പെടുത്തുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും ഇവിടെ നടത്തുന്നില്ലെന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകളും ഉയർത്തി. നോട്ടീസ് നൽകാനെത്തിയ ഉദ്യോഗസ്ഥനെ കൊണ്ട് ചട്ടവും നിയമവും എല്ലാം വായിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അൻവർ പോവുകയും ചെയ്തു. ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അധികാരി. എല്ലാ ജീവനക്കാരും കമ്മീഷന്റെ പരിധിയിലാണ്. കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് ചുമതലയുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് നോട്ടീസ് നൽകാനെത്തിയത്. അൻവറിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലേക്ക് അയക്കാനുമെല്ലാം അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അങ്ങനെ ജുഡീഷ്യൽ അധികാരമുള്ള ഉദ്യോഗസ്ഥനോട് കയർത്താൽ അറസ്റ്റ് സംഭവിക്കുമെന്ന് അൻവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ അൻവറിന് ആ ഉദ്യോഗസ്ഥൻ അവസരം നൽകിയില്ല. വ്യക്തിപരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ച് അപമാനിച്ചിട്ടും നിലമ്പൂർ MLAയുടെ ചതിക്കുഴിയിൽ ആ ഉദ്യോഗസ്ഥൻ വീണില്ലെന്നിടത്താണ് അൻവർ തകർന്നുപോയത്. ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിച്ചാണ് പത്രസമ്മേളനം നടത്തുന്നതടക്കം അൻവർ വിശദീകരിക്കുകയും ചെയ്തു. പി.വി. അൻവറിന്റെ വാർത്താസമ്മേളനം തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചില്ല. നോട്ടീസ് കൈമാറുക മാത്രമായിരുന്നു ലക്ഷ്യം. അൻവറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല തർക്കിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു ടെലികാസ്റ്റിംഗും ഈ സമയത്ത് പാടില്ല എന്നതാണ് നിയമമെന്ന് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചട്ടലംഘനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻവറിന് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നും ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വാർത്താസമ്മേളനം നടത്താനാകില്ലെന്ന കേരള പോലീസ് നിലപാടിനെ വെല്ലുവിളിച്ചാണ് പി.വി. അൻവർ MLA വാർത്താസമ്മേളനം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് വാർത്താസമ്മേളനത്തിന് അനുമതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിനെയും വെല്ലുവിളിച്ച് അൻവർ വാർത്താസമ്മേളനം ആരംഭിച്ചത്. ഇതോടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സ്ഥലത്തെത്തുകയായിരുന്നു. തടഞ്ഞെത്തിയ ഉദ്യോഗസ്ഥനോട് അൻവർ നിസ്സഹകരണ മനോഭാവമാണ് പുലർത്തിയത്. ഏത് നിയമപ്രകാരമാണ് ലംഘനമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് താൻ സംസാരിച്ചതാണെന്നും അൻവർ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. വെറുതെ പിണറായി പറഞ്ഞിട്ട് വന്നാൽ താൻ കോടതിയിലേക്ക് പോകുമെന്നും പിണറായി എന്തിനാണ് ഈ വായില്ല കോടാലിയെ ഭയപ്പെടുന്നതെന്നും അൻവർ ചോദിച്ചു. ഉദ്യോഗസ്ഥൻ ചട്ടം വായിച്ച് കേൾപ്പിച്ചിട്ടും അൻവർ വാർത്താസമ്മേളനം നടത്താൻ തയ്യാറായില്ല. തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് പി.വി. അൻവർ തുടങ്ങിയത്. പിണറായി വിജയൻ എന്തിനാണ് തന്നെ ഇത്ര ഭയപ്പെടുന്നതെന്നും ഹോട്ടലുകാർ തൊട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തിയെന്നും അൻവർ പറയുന്നു. താനൊരു ചട്ടലംഘനവും നടത്തിയിട്ടില്ലെന്നും ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ടാണ് പത്രസമ്മേളനം വിളിച്ചു ചേർത്തതെന്നും അൻവർ കൂട്ടിച്ചേർത്തു.